ഹലോ, വെൽക്കം ടു മൈ ചാനൽ ലാവൻഡൽസ്. ഞാൻ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കാരണം ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി, അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒക്കെ അങ്ങ് ഇട്ടത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു A5 ഷീറ്റാണ്, അതായത് ഒരു A4ൻ്റെ പകുതിയാണ് A5 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു A5 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനെ 6 പീസാക്കി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ, ജേണൽ സപ്ലൈസിൽ പെടുന്ന പാറ്റേൺ പേപ്പറാണ്. ഞാൻ വിചാരിക്കുന്നത് ജേണൽ സപ്ലൈസിൽ ഓരോ ഇതായിട്ട് ഇങ്ങനെ ചെയ്തിടാമെന്നാണ്. എന്നിട്ടൊരു അവസാനം ഈ സപ്ലൈസ് എല്ലാം വെച്ച് നമുക്കൊരു ജേർണലിങ് ചെയ്യാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് ഇപ്പം പാറ്റേൺ പേപ്പർ ചെയ്താൽ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റാമ്പോ വാഷി ടേപ്പോ സ്റ്റിക്കേഴ്സോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചാൻസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസാണ്. ആർക്കും ഇത് കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ എളുപ്പമുള്ളതാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ യെല്ലോ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പാറ്റേൺ പേപ്പറിന് മുമ്പ് ക്ലൗഡാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വയ്യ. ക്ലൗഡാണ് വരയ്ക്കുന്നത്. വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് ഞാൻ അല്ലാത്ത വരച്ചാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സർക്കിൾസ് വരച്ചാണ് ക്ലൗഡൊക്കെ വരയ്ക്കാറുള്ളത്. നമുക്കിഷ്ടമുള്ള ഏത് പാറ്റേൺ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിങ്ങനെ ഓരോന്നിങ്ങനെ തെളിഞ്ഞ് വരും. വരയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കിങ്ങനെ ഓരോന്ന് തോന്നും. അങ്ങനെ വരച്ച് തുടങ്ങിയതാണ്. ഇങ്ങനെ 16 പാറ്റേൺ പേപ്പേഴ്സാണ് വരച്ചിരിക്കുന്നത്. നമുക്കിനിയും കുറച്ച് നേരം ഇരുന്നാൽ കുറേ പാറ്റേൺ കിട്ടും, പക്ഷേ വീഡിയോ ഒന്നും കൂടി ലോങ് ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രിഡിൽ തന്നെ പല ഗ്രിഡ് ടൈപ്പ് ഉണ്ട്. സ്മോള്, അതെനിക്ക് അതിനേക്കാൾ സ്മോള്, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സ്ട്രോക്കിന് തന്നെ ഈ ഓരോ വരയില്ല, അതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രോക്കിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ അത് പല ടൈപ്പ് ഗ്രിഡായിട്ട് മാറും. പക്ഷേ ഈ ജേർണലിങ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഗ്രിഡ് പാറ്റേൺസും പ്രത്യേക ഭംഗി. നമ്മൾ ഒന്നുമില്ലെങ്കിൽ പോലും ആ ഒരു ഗ്രിഡ്, ഈ ഒരു പാറ്റേൺ തന്നെ വെച്ചിട്ട് നമ്മൾ എഴുതിയാലും നല്ല ഭംഗിയാണ്. ഞാൻ അങ്ങനെ കുറേ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വരയ്ക്കുന്ന പാറ്റേൺസ് ഭയങ്കര എളുപ്പമുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഇത് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ വരയ്ക്കാം. ജേർണലിങ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ട് സപ്ലൈസ് ഇല്ലാതെ ചെയ്യാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി എളുപ്പം പറ്റിയൊരു പാറ്റേൺ പേപ്പറാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് എളുപ്പമുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പാറ്റേൺ പേപ്പേഴ്സ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് സ്കെച്ചോ പെന്നോ ക്രയോണോ വാട്ടർ കളറോ നോർമൽ അക്രിലിക് കളറോ പെയിൻറ്റോ ഉള്ളവർ പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏത് ചെയ്താലും അടിപൊളിയാണ്, ഭംഗിയാണ്. കണക്ക് ഇത് ഇങ്ങനത്തെ ലോങ് ബ്രഷൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പണി തീരും, അത്രയേ ഉള്ളൂ. വ്യത്യാസം അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാത്തിനും ഒരേ റിസൾട്ട് തന്നെ ആയിരിക്കും, നല്ല ഭംഗി. പക്ഷെ കൂടുതലും ഭംഗി വരുന്നത് വാട്ടർ കളറിലാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഇത് വെച്ച് തന്നെ വേറൊരു ഐഡിയ വന്നു. അപ്പോൾ അതിന് അടുത്ത വീഡിയോ അല്ല, ഈ വീഡിയോ തന്നെ നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ അതാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് പിങ്ക് ഷെയ്ഡോ റെഡ് ഷെയ്ഡോ എടുത്ത് അങ്ങനെ നമുക്ക് ഓരോ തീമിൽ വരെ പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം സ്ട്രോബെറി തീം അല്ലെങ്കിൽ ഏതെങ്കിലും തീമിലും ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാർട്ടൂൺ തീമിൽ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ തീമിൽ വേണമെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോ നമുക്ക് വാഷി ടേപ്പ് വേണോ, സ്റ്റിക്കേഴ്സ് വേണോ, ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് വേണോ, അതോ സ്റ്റാമ്പ്സ് വേണോ, അതൊന്ന് അതേ കണക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ. അങ്ങനെ ടോട്ടൽ നമ്മൾ 16 പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടോട്ടൽ. അപ്പം ഇത് വെച്ച് ജേർണൽ ചെയ്യണം, ഓർക്കണം അതിൻ്റെ കാര്യം. അത് കണക്ക് നമ്മൾ ഇതിൻ്റെ തന്നെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു തീമിൽ തന്നെ നമ്മൾ വാഷി ടേപ്പും സ്റ്റിക്കേഴ്സും എല്ലാം ഉണ്ടാക്കണം. എനിക്ക് എളുപ്പമാണ്, എല്ലാം എളുപ്പമാണ്, പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു വീഡിയോ കണ്ട് ഇതിലൊരു 3 2 5 സെലക്ട് ചെയ്തിട്ട് ഒരു 2 പേപ്പർ ഷീറ്റ് എടുത്ത് നമ്മൾ ജേർണൽ ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നോട്ട് ബുക്കായാലും മതി, അതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ജേർണലിങ് പോലെ സെറ്റ് ചെയ്താൽ മതി. ഞാൻ ജേർണൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പേപ്പേഴ്സ് കൊണ്ടും ഫ്രണ്ട് പേജ് എല്ലാം നോർമൽ നോട്ടല്ല, ഫുള്ള് നമ്മൾ തന്നെ DIY ആയിട്ട് ചെയ്യുന്ന ഒരു പേപ്പർ കൊണ്ടും അത് കണക്ക് ഫ്രണ്ട് പേജും പാറ്റേൺസും എല്ലാം ഡെക്കർ ചെയ്യുന്നിട്ടില്ല, പക്ഷേ ഒരു ജേർണൽ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണക്ക് ജേർണലിങ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ കയറി കാണുക. അത് കണക്ക് ഞാൻ കവായി സ്റ്റിക്കേഴ്സ് ഈ റീസെൻറ്റ് ടൈമിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ടും ഒരു ചാനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തിരുന്നുണ്ട്. അത് കാണുമെന്നുള്ളവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരും.
അങ്ങനെ കയറി കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ, ഞാൻ ഇടുന്ന അടുത്ത ഷോർട്സും ലോങ് വീഡിയോസും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് സെൻഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കയറി കാണാനും പറ്റും. അതാണെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് വേണമെങ്കിലും അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. കുറേ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ റീസെൻറ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ, നീ വരുന്ന ടൈമിൽ. അപ്പോഴത്തേക്കും അതിൽ തുലിപ്പുണ്ടാക്കുന്നുണ്ട്, അതേ കണക്ക് ഒരു അൺബോക്സിംഗ് ഉണ്ട്, കട്ടിങ് മാറ്റ് അൺബോക്സിംഗ് ഉണ്ട്. അതേ കണക്ക് ഉദ്ദേശിക്കുന്ന അടുത്ത വീഡിയോ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലേ കൊണ്ട് തുലിപ്പുണ്ടാക്കുന്നതും അതേ കണക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നതും അതേ കണക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് കവായ് സ്റ്റിക്കർ റീസെൻ്റ് ടൈം വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു കീ ചെയിൻ ഉണ്ടാക്കാനും, അതായത് കുറേ കീ ചെയിൻസ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ട് കുറേ പ്ലാനൊക്കെ ഉണ്ട്. കുറേ പ്ലാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ടൈമൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും മറക്കണം കേട്ടോ. ഇനി സംസാരിച്ച് ബോറടിപ്പിക്കുന്നതിന് ഇനി നിങ്ങൾ വീഡിയോ സ്വസ്ഥമായിട്ടിരുന്ന് കണ്ടോളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ പാറ്റേൺ പേപ്പേഴ്സ് ചെയ്ത പാറ്റേൺ പേപ്പേഴ്സ്. നല്ല ഭംഗിയില്ലേ? ഉണ്ടോ? ഇത് വെച്ചൊക്കെ ജേർണലിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ജേർണലൊക്കെ കാണാൻ.
അപ്പം ഏകദേശം ഒരു 16 പാറ്റേൺ പേപ്പേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കല്ലേ. ബായ്.